ഇപ്പില്ലേ ഒരാള് നല്ലതാണോ മോശമാണോ എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ഒരാള് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിന്റെ പെർസെപ്ഷൻ അനുസരിച്ചിരിക്കും. അതുപോലെ നിന്റെ ഐഡിയോളജി, നിന്റെ വ്യൂസ്, ഇതിനെല്ലാം അനുസരിച്ചിരിക്കും. പിന്നെ നീ ഏത് തരത്തിലാണോ അയാളെ കാണുന്നത്, അതാണ് നിന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യല്. ഓക്കെ, ഒരു സിനിമയില് ഏത് കഥാപാത്രമാണ് ഹീറോ, ഏത് കഥാപാത്രമാണ് വില്ലൻ എന്ന് ഡിസൈഡ് ചെയ്യുന്നതാരാണ്? സ്ക്രിപ്റ്റ് റൈറ്റർ. പിന്നെ ഞാൻ ഒരു ഉദാഹരണത്തിന് ഒരു കാര്യം ചോദിക്കാം. ദൃശ്യത്തില് ശരിക്ക് ആരാണ് ഹീറോ, ആരാണ് വില്ലൻ? നമ്മള് മൂവി കാണുമ്പോൾ അല്ലെങ്കിൽ മൂവിയുടെ സ്റ്റോറി കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് മോഹൻലാൽ ഹീറോ ആണ്, പിന്നെ മറ്റേ കലാഭവൻ ഷാജോന്റെ കഥാപാത്രം അല്ലെങ്കിൽ മറ്റേ പോലീസുകാരി ആശ ശരത്ത്, അവര് ഒക്കെ വില്ലനായിട്ടല്ലേ കാണുന്നത്. അതിൽ ആക്ച്വലി ഹീറോയിസം കാണിക്കുന്നത് ആരാണ്, വില്ലത്തരം കാണിക്കുന്നത് ആരാണ്? വില്ലൻ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്നത് മോഹൻലാലാണ്. അത് മറച്ചു പിടിക്കുക മാത്രമല്ല, അത് തെളിയാതിരിക്കാനുള്ള കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി അയാളല്ലേ വില്ലൻ. നേരെ മറിച്ച് പിന്നെ മോഹൻലാല് ഈ തെറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരനും ഹീറോയുമാണ് ആക്ച്വലി. പക്ഷെ സിനിമ കാണുമ്പോ എന്താണ്, മോഹൻലാല് ഹീറോയും അത് തെളിയിക്കാൻ നോക്കുന്ന ആള് വില്ലനുമാണ്. നമ്മളെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. അത് അവരങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് കേട്ടോ. ആ സിനിമ പറയുന്ന കോൺസെപ്റ്റേ അത് തന്നെയാണ്. ദൃശ്യം മറ്റേ നമ്മള് ഓരോന്ന് പിക്ചറൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല്, അല്ലെങ്കിൽ അവരെന്താണോ കാണിക്കുന്നത്, അവരെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ചിട്ട് അതിന് ചുറ്റുമുള്ളവരും പെരുമാറുന്നതാണ് അവര് കാണിക്കുന്നത്. അത് ആക്ച്വലി ആ സിനിമ ചെയ്തത് കറക്റ്റാണ്. അത് കാണുമ്പോൾ നമ്മളും വിചാരിക്കുന്ന അങ്ങനെ തന്നെ അല്ലേ, മോഹൻലാലാണ് സിനിമയിലെ ഹീറോ, കലാഭവൻ ഷാജോണാണ് വില്ലൻ, നമ്മളും വിചാരിക്കുന്നതല്ലേ. സെയിം ആണ് നമ്മളെ ലൈഫിൽ. നമ്മളെ ചുറ്റുമുള്ള കാര്യങ്ങളാണ് ഓരോ ടൈമില് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് ഇങ്ങനെ മറ്റുള്ളവര് കാണിച്ചു തരുന്നതും പറഞ്ഞു തരുന്നതും ആയ കാര്യങ്ങളാണ് പല സമയത്തും നമുക്ക് ശരിയും തെറ്റും ഡിസൈഡ് ചെയ്യുന്നത്.